63 മണിക്കൂറും 20 മിനിറ്റും സമയമെടുത്തുള്ള ആകെയുള്ള ഈ സ്പേസ് വാക്ക് അതൊരു വനിതാ ബഹിരാകാശ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രിക നടത്തുന്ന ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു ബഹിരാകാശ നടത്തമാണ്. അതിൻ്റെ റെക്കോർഡ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഈ പറയുന്നത് പോലെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നതിൽ ഒരു പ്രചോദനമായി അവരുടെ പേരെന്നും ഉയർന്ന് കേൾക്കുകയും ചെയ്യും. കാരണം ക്രിസ്റ്റീന അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഭൂമിയിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറേ കാലം അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസമോ ഒക്കെ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. തിരികെ പഴയ ആരോഗ്യത്തിലേക്ക് വീണ്ടെടുക്കാനൊക്കെ ചില ടൈമുകളൊക്കെ എടുക്കും. അതൊക്കെ ഉണ്ട് എന്നിരിക്കെ ഇവർ വീണ്ടും വീണ്ടും ദൗത്യത്തിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവരുടെ ഏത് ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്? അവരൊരു ഹോൾ കരിയർ നമുക്ക് എങ്ങനെ പറയാം? അതെ, അത് തന്നെയാണ് പ്രജൻ. കാരണം ഈ പറയുന്നത് പോലെ ഒരു പാഷൻ നമ്മുടെ ഒരു ജീവിതത്തോട് അല്ലെങ്കിൽ മാനവരാശിക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പര്യവേഷണം ചെയ്യാനും ഒക്കെയുള്ള അവരുടെ ഒരു ത്വരയാണല്ലോ ഈ ഒരു ദൗത്യത്തിലുടനീളം നമുക്ക് കാണാനായത്. ഒരു 8 ദിവസത്തേക്ക് പോകുന്ന അവർ ആ ഒരു ബഹിരാകാശത്ത് നമ്മൾ പരിചയിച്ച് അവർ പലപ്പോഴും ബഹിരാകാശ യാത്രികർ പ്രജൻ പറഞ്ഞ പോലെ തന്നെ വെറ്ററൻസ് ആണ്. അക്കാര്യത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ളവരാണ്. അവിടെ 9 മാസം ചെലവഴിക്കുമ്പോൾ നമുക്കൊക്കെ ഇനിയും നിരവധി വർഷങ്ങളിലേക്ക് വേണ്ട ഒരുപാട് വിജ്ഞാനത്തിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കൂടയുമായിട്ടാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവരവിടെ ഉണ്ടായിരിക്കുമ്പോൾ നാസ പഠിച്ച പല കാര്യങ്ങൾ ഇനി ഇതൊക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ആക്സിയം 4ലേക്ക് പോകാൻ ഉള്ള നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ കമാൻഡർ ശുഭാൻഷു ശുക്ല പറഞ്ഞത് പുതുതലമുറയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ബുച്ച് വിൽമോറിനെയും സുനിത വില്യംസിനെയും നയിച്ചതും ഇതേ ഒരു ത്വര തന്നെയായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓരോ ദിവസവും അവരുടെ ആ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അനുഭവങ്ങൾ അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മാറി മുകളിൽ നിന്ന് നീലക്കടലും ഭൂമിയും ഉറുമ്പുകൾ പോലെയുള്ള മനുഷ്യരെയും ഒക്കെ കാണുമ്പോൾ അത്രയും അകലെ സ്വന്തം കുടുംബത്തിൽ നിന്നകന്ന് ഒക്കെ ഇത്തരത്തിൽ ഓരോ ദിവസവും പകരുന്ന ആ ഒരു അനുഭവം ആസ്വദിച്ച് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരേ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എത്ര അനുഭവ പരിചയമായിരിക്കും അവർക്ക് രണ്ടുപേർക്കും കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ആ അനുഭവ പരിചയം മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഇനി ഉപയോഗിക്കപ്പെടും എന്ന് പറയുന്ന ആ ഒരു നന്മയാണ് അവരെ തീർച്ചയായും ഈ 9 മാസം അവിടെ ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനിയും ഒരു 9 മാസം കൂടിയാണെങ്കിലും സന്തോഷത്തോടു കൂടി അവരവിടെ കഴിഞ്ഞേനെ എന്നാണ് പല പ്രതികരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നിരവധി ദൗത്യങ്ങൾ വരാനുണ്ട്. പ്രജൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൂടി കുറച്ച് മണിക്കൂറുകൾ കൂടിയൊക്കെ നിലനിൽക്കും. കാരണം ഈ ബഹിരാകാശത്ത് രക്തം ഒഴുകുന്ന രീതി അത് ഭൂമിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അവരുടെ ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷനുകൾ, അതുപോലെ ഓക്കാനം, ഛർദി, അതുപോലെ തലകറക്കം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാലിന് കാല് നേർത്തതാകുന്നു അല്ലെങ്കിൽ എവിടെയോ നിൽക്കുന്നത് പോലെ ഒരു തോന്നലാണല്ലോ ബഹിരാകാശത്ത്. തിരികെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ചിട്ടവട്ടങ്ങളുമായി അവർ വീണ്ടും ശീലിക്കേണ്ടതുണ്ട്. ഇത്രയും വർഷങ്ങൾ ചെലവഴിച്ച ഭൂമിയിൽ നിന്ന് 9 മാസം ബഹിരാകാശത്ത് നിന്ന് തിരികെ വരുമ്പോഴുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ അതിലേക്ക് തിരികെ എത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വലിയൊരു പ്രോസസ്സാണ് അവർ ഇനി കടന്നു പോകേണ്ടത്. പക്ഷേ അതിലൊക്കെ സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ ചെറിയ ചെറിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ വെല്ലുവിളികൾ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്തപ്പോൾ അവർക്കും മാനവരാശിക്കും ഉണ്ടായ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച എനിക്ക് തോന്നുന്നു ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അത്രയും ത്രസിപ്പിക്കുന്ന ചില നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നുപോയത്. നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് 9 മാസം ബഹിരാകാശത്ത് കഴിഞ്ഞ ഈ 4 സംഘം അവർ തിരികെ ആ നീലക്കടലിലേക്ക് തൊട്ട നിമിഷം അതെത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു. ഒരാൾക്ക് മാത്രമല്ല, നമ്മുടെ ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന ഇത്തരം പര്യവേഷണങ്ങൾക്ക് കൊതിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓരോ സാധാരണക്കാരുടെയും മനസ്സിൽ ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ സാങ്കേതികമായ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ പലർക്കും അത് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരു സാധാരണ മനുഷ്യനോട്
നമ്മളോട് ചോദിക്കുമ്പോഴും ഏറെ കൗതുകത്തോടെ ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ അവർ തയ്യാറാകുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ തയ്യാറാക്കുന്നു. നമുക്കറിയാം ഈ എന്താ പറയുന്നത്, മിഡ് നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് പോലും ഈ ഒരു പ്രക്ഷേപണം കണ്ട നിരവധി പേരുണ്ട്, അതുമായി പ്രതികരിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഇത്തരത്തിലുള്ള ത്രസിപ്പിക്കുന്ന അനുഭവങ്ങൾ, അതിൽ നിന്നുള്ള അറിവുകൾ പകരുന്ന ആ ഒരു പോസിറ്റിവിറ്റി, അതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പ്രജിൻ, എന്തായാലും ഇത് ഈ ആക്സിയം 4 അടക്കം ഇനി വരാനിരിക്കുന്ന നിരവധി ദൗത്യങ്ങളടക്കം, നമുക്കറിയാം ഇന്ത്യ US സ്പേസ് മിഷൻ ഇനി ഒരു വലിയ സ്പീഡിൽ പോകാൻ പോവുകയാണ്. അതിനൊക്കെ ഒരുപാട് ചൂടും ചൂരും പകരാൻ ഈ ഒരു പര്യവേഷണത്തിന് അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിനാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പ്രജിൻ. യെസ് ക്രിസ്റ്റീന, ഇപ്പോൾ ഈ പ്രസ് കോൺഫറൻസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സംശയിച്ച അല്ലെങ്കിൽ നേരത്തെ പ്രതീക്ഷിച്ച ചില ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഈ നാസയുടെയും സ്പേസ് എക്സിൻ്റെയും ഒക്കെ ടീം നൽകുന്ന മറുപടികളും ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും President Donald Trump had asked SpaceX in January what it would take to bring Crew 9 home എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്താണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിന് മറുപടി നൽകിയത് എന്ന് അതിന് മറുപടിയായി ഇപ്പോൾ നാസ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു, അതായത് ഈ രീതിയിൽ ആയിരുന്നില്ല പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റിസൾട്ട് എങ്കിൽ ഈ മിഷൻ മാറ്റുമായിരുന്നോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതായത് 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റൊരു റിസൾട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഉദ്ദേശിക്കുന്നത് ജോ ബൈഡൻ ആയിരുന്നു വീണ്ടും പ്രസിഡന്റായി വന്നത് എങ്കിൽ, അല്ലെങ്കിൽ കമലാ ഹാരിസ് ആണ് വീണ്ടും പ്രസിഡന്റായി വന്നത് എങ്കിൽ ഈ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകുമോ, ഈ രീതിയിലുള്ളൊരു മിഷൻ നടക്കുമായിരുന്നോ, അല്ലെങ്കിൽ ആ മിഷൻ മാറുമായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി വളരെ സൂത്രശാലിയായ ഈ നാസയുടെ എക്സ്പേർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: വി വർക്ക് ഫോർ ദ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. വി വർക്ക് ഫോർ ദ പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആഡ് ചെയ്യുന്നു, അതായത് എനി പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിലാണ്, അമേരിക്കയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് നാസയിൽ നിന്നും ആ ചോദ്യത്തിന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, നമുക്കറിയാം നാസയുടെ ഈ കൊമേഴ്ഷ്യൽ പ്രോഗ്രാമുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പേസ് എക്സുമായിട്ട് കൈകോർത്തത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ബോയിങ്ങുമായിട്ട് കൈകോർത്തത്. ഇപ്പോൾ ISRO ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സ്പേസ് ഏജൻസികൾ അങ്ങനെ പുതിയ കൊമേഴ്ഷ്യൽ പ്രോഗ്രാമുകൾ അതിൻ്റെ വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പുതിയ പദ്ധതികളുടെ ഭാഗമായിട്ട് സ്വകാര്യ കമ്പനികളിലൂടെ കൂട്ടിപ്പിടിച്ച് സംയുക്ത ദൗത്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ട നാസ, സ്പേസ് എക്സ്, നാസ, ബോയിങ് ദൗത്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം ഇതായിരുന്നു, ഈ ബോയിങ് ആണല്ലോ, ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറാണ് വലിയ പരാജയമായത്, അതിൻ്റെ ഭാഗമായിട്ടൊരു വലിയ തുക, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് നന്നാക്കാൻ വേണ്ടും അതിൻ്റെ റീഷെഡ്യൂളിങ്ങിനൊക്കെ ആയിട്ട് ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ CCPയുടെ ഭാഗമായിട്ട് വീണ്ടും ഈ ബോയിങ്ങുമായിട്ട് കൈകോർക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് ഇപ്പോൾ നാസ വ്യക്തമാക്കുന്നത് പുതിയ CEO വന്നിട്ടുണ്ട് ആർക്ക്, ബോയിങ്ങിന്. അതുകൊണ്ട് തന്നെ സ്റ്റാർ ലൈനറുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനോട് നാസയും യോജിച്ചു നിൽക്കും എന്നാണ്. അപ്പോൾ സ്റ്റാർ ലൈനറിനെ വിടാൻ തയ്യാറല്ല, അതിലെ കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ ഇന്നോവേഷൻസൊക്കെ ആ മേഖലയിൽ ഉണ്ടാകും എന്ന് കൃത്യമായി നാസ വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രസ് കോൺഫറൻസ് ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് വൈകി വന്ന പ്രേക്ഷകരോടായിട്ടാണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്പ്ലാഷ് ഡൗൺ നടന്ന ശേഷം ഈ മൊഡ്യൂളിൽ നിന്നും, അല്ലെങ്കിൽ ഈ ക്യാപ്സ്യൂളിൽ നിന്നും, ക്രൂ മൊഡ്യൂളിൽ നിന്നും ഈ ക്രൂ മെമ്പേഴ്സിനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ്. അതിൽ ആദ്യം ഇതിൻ്റെ കമാൻഡറായിട്ടുള്ള നിക് ഹേഗിനെ കൊണ്ടുവന്നു, പിന്നീട് ഗുർബനോവിനെ, റഷ്യക്കാരനായ ഗുർബനോവിനെ കൊണ്ടുവന്നു, അതിന് പിന്നാലെ സുനിത വില്യംസിനെ പുറത്തേക്ക് കൊണ്ടുവന്നു, ഏറ്റവും ഒടുവിൽ ബുഷ് വിൽമോറിനെയും കൊണ്ടുവന്നു. അങ്ങനെ ഇവരെ 4 പേരെയും പിന്നീട് ഹെലികോപ്റ്ററിൽ കരയിലേക്ക് എത്തിക്കുന്നു, ഈ ഷിപ്പിൽ നിന്നും, ഈ വെസലിൽ നിന്നും. പിന്നീട് അവിടെ നിന്ന് ഒരു വിമാനത്തിലാണ് ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ചില അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ ഇവരെല്ലാം തന്നെ ഈ 4 പേരെയും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവർ പരിശോധിക്കും, ഒപ്പം തന്നെ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ നൽകും. അതിനുശേഷം നാളെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളെ കാണാനുള്ള സൗകര്യം ഇവർക്കുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു റീയൂണൈറ്റ് വിത്ത് ദിയർ ഫാമിലീസ് ഇൻ ദി നെക്സ്റ്റ് ഡേ ഓർ സോ എന്ന് പറയുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെ കാണാനുള്ള അവസരം ഇവർക്കുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്.
അപ്പോൾ മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇനിയിപ്പോൾ ഇവർക്ക് അണ്ടർവ്യൂ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹ്യൂസ്റ്റണിലേക്ക് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ യെസ്, ബുച്ച് വിൽമോറിൻ്റെയും സുനിത വില്യംസിൻ്റെയും കുടുംബങ്ങൾക്ക് കൂടി നന്ദി പറയുന്നുണ്ട് നാസ. കാരണം ഈ രീതിയിൽ ഒരു ചെറിയ ദൗത്യത്തിനായി ആദ്യം അയക്കപ്പെട്ടവർക്ക് കൂടുതൽ വലിയ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അതിന് കുടുംബത്തിൻ്റെ കൂടി സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഈ മിഷനെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്ന് നാസ അതിനെ നോട്ട് ചെയ്യുന്നു. അതിനുള്ള നന്ദി ഫാമിലികൾക്ക് അറിയിക്കുന്നുമുണ്ട് നാസ. ക്രിസ്റ്റീന തുടരുന്നുണ്ട്. ക്രിസ്റ്റീന, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ 4 പേരും സുരക്ഷിതരായി അവരുടെ ഹ്യൂസ്റ്റണിലേക്കുള്ള യാത്രയാണ്. അല്പസമയത്തിനകം ഹ്യൂസ്റ്റണിലേക്ക് ഇവർ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ഡോക്ടേഴ്സിൻ്റെ ടെസ്റ്റിന് വിധേയമാവും. ഈ ദിവസവും അടുത്ത ദിവസവും ഒക്കെ അതിന് പിന്നാലെ തന്നെ ആയിരിക്കും. വളരെ മെല്ലെ മാത്രമേ ഇവർക്ക് പഴയ സ്റ്റേജിലേക്ക് റിക്കവർ ചെയ്ത് വരാൻ കഴിയുള്ളൂ എന്നറിയാം. ആ സമയത്തൊക്കെ ഇവർക്ക് സപ്പോർട്ടായി ഇവരുടെ കുടുംബാംഗങ്ങളും ഒപ്പം സുഹൃത്തുക്കളും ഒപ്പം നാസയുടെയും സ്പേസ് എക്സിൻ്റെയൊക്കെ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടാകും എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. അതുതന്നെയാണ് പ്രജിൻ. കാരണം ഈ ലോകം മുഴുവൻ ഇങ്ങനെ കാത്തിരുന്ന ഒരു യാത്ര, നമ്മളെയൊക്കെ ത്രസിപ്പിച്ച ആ യാത്ര, അത് ഒരു ശുഭ പര്യവസായിയായി മാറിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധന, മാനസികമായും ശാരീരികമായും അവരുടെ ഒരു ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നു. ഭൂമിയുമായി വീണ്ടും താതാത്മ്യം പ്രാപിക്കാനുള്ള, നമ്മുടെ ഭൂമിയിൽ നിന്ന് പോയവരാണ്, 9 മാസം ഇവിടെയല്ല, വേറെ ഒരു പ്രദേശത്താണ്. അപ്പോൾ ആ ബഹിരാകാശത്തിൻ്റെ ചട്ടങ്ങളുമായി അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ആ ബഹിരാകാശത്തിൻ്റെ ചട്ടങ്ങളിൽ നിന്ന് ആ മനസ്സുകളെയും ശരീരങ്ങളെയും വേർപെടുത്തി വീണ്ടും ഭൂമിയുടെ ചട്ടങ്ങളോടുകൂടി അതിനെ സമന്വയിപ്പിക്കാനുള്ള ആ ശ്രമങ്ങൾ, ഒപ്പം തന്നെ അവർ വെൽക്കം ബാക്ക് ഹോം എന്നാണല്ലോ പറഞ്ഞത്, ഒരു ഹോം കമ്മിങ് എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും അവർ തിരികെ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നു. സ്വീകരിക്കാൻ അവരുടെ കുടുംബങ്ങളുണ്ട്, നാസയുണ്ട്, ഈ ലോകം മുഴുവനുണ്ട്. കാരണം ഇതിൽ യാതൊരു ഭേദഭാവങ്ങളുമില്ലാതെ നമ്മളെല്ലാവരും ഈ ഒരു വിജയത്തെ ആഘോഷിക്കുകയാണ്. നാസയും സ്പേസ് എക്സും ചേർന്ന് നടത്തിയ ഈ ഒരു ദൗത്യത്തെ നമ്മൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടും, ലോകം ഒരൊറ്റ കുടക്കീഴിലാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പിന്തുണയാണ് അവർക്ക് ലഭിക്കുന്നത്. എന്തായാലും 9 മാസം, കൃത്യമായി പറഞ്ഞാൽ 287 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് സുനിത വില്യംസും കൂട്ടരും ഭൂമി തൊട്ടിരിക്കുന്നത്. പ്രജനി, കഴിഞ്ഞ ദിവസം നടന്ന അത്രയും ത്രസിപ്പിക്കുന്ന ചില എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, നമ്മുടെ ചില പ്രേക്ഷകർ വൈകിയാണ് വന്നത്. ആ നീലാകാശത്തു നിന്നും നീലക്കടലിലേക്കുള്ള സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം, ഈ പറയുന്നത് പോലെ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് മാനവരാശിയെ തന്നെ നയിക്കുന്ന ആ ഫ്രീഡം ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കൻ ഉൾക്കടലിലേക്ക് പതിക്കുന്നു. നേവി സീലിൻ്റെ മുങ്ങൽ വിദഗ്ധരും മെഡിക്കൽ സംഘവും ഉൾപ്പെടെ കാത്തു നിൽക്കുന്നു. യാത്രികരെ സ്ട്രെച്ചറുകളിൽ വിമാനത്തിൽ കയറ്റി ഫ്ലോറിഡയിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് എത്തിക്കുന്നു. ദിവസങ്ങൾ നീളുന്ന ആരോഗ്യ പരിശോധന ഇനി അവരെ കാത്തിരിക്കുന്നു. ഇനി ഡോക്ടർമാർ ഒരു അനുമതിക്ക് ശേഷമായിരിക്കും അവർ വീടുകളിലേക്ക് മടങ്ങുക. കൃത്യമായും അവരുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയ ശേഷം അവരെ അവരുടെ കുടുംബാംഗങ്ങളുമായി കൂട്ടിച്ചേർക്കും. അപ്പോൾ ഈ രാവിലെ ഉണ്ടായ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ 9 മോഡ്യൂൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട ഭൂമിയിലേക്ക് പുറപ്പെട്ട ആ ഒരു യാത്ര, ആ യാത്രക്കിടയിൽ അതിഭീകരമായ ചൂട്, അതിനുശേഷം ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട്, കുറച്ചു നേരത്തേക്ക് മിനിറ്റുകൾ ആശയവിനിമയം സാധ്യമല്ലാതാകുന്ന കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ആ പ്രോസസ്സ്, അതെല്ലാം കഴിഞ്ഞതിനു ശേഷം വിജയകരമായി ആ നീലാകാശത്ത് നിന്ന് നീലക്കടൽ തൊട്ട് തിങ്കളിനെയും താരങ്ങളെയും അതേപോലെ തന്നെ മേഘ കൂടാരങ്ങളെയും ഒക്കെ താണ്ടി അവർ വീണ്ടും ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് അറിവുകൾ നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ശാസ്ത്ര കുതിരികളെ പോലെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് പഠിച്ചത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ബഹിരാകാശത്ത് താമസത്തിനിടയിൽ മനുഷ്യനുണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരെയും ഒരു ബഹിരാകാശ യാത്രികൻ അല്ലെങ്കിൽ യാത്രികയാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു യാത്ര നമ്മളത് വീണ്ടും ഒന്ന് സമ്മറൈസ് ചെയ്താൽ എങ്ങനെയാവും? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഈ യാത്രയ്ക്ക് അല്ലെങ്കിൽ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിൻ്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് എന്തുകൊണ്ടാണ് വാർത്താ പ്രാധാന്യം ഇത്രമേൽ? അല്ലെങ്കിൽ ഇതൊരു റൊട്ടീൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ് നാസയ്ക്കും സ്പേസ് എക്സിനൊക്കെ. അവർ ഈ രീതിയിലുള്ള മിഷൻസ് ഒരുപാട് ഇതിനോടകം ചെയ്തതാണ്. അതല്ലെങ്കിൽ പീരിയോഡിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഷിഫ്റ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും 6 പേർക്ക് പകരം 6 മാസം കഴിയുമ്പോൾ 4 പേർക്ക് പകരം പുതിയ 4 പേർ പോകുന്നു, പഴയ 4 പേർ മടങ്ങി വരുന്നു. ഇതൊരു റൊട്ടീൻ പ്രോസസ്സാണ്. ഏതാണ്ട് 25 വർഷമായി ഈ രീതിയിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്
2000 തൊട്ട് ഇങ്ങോട്ട് അത് നമ്മൾ കാണുന്നതാണ്. അത്രയും വർഷത്തെ പഴക്കം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട് എന്ന കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കുമല്ലോ. അപ്പോൾ ഇത്തവണത്തെ ഈ ക്രൂ 9 പേടകത്തിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിന് എന്തുകൊണ്ട് ഇത്രമേൽ വാർത്താ പ്രാധാന്യം ലഭിച്ചു എന്നതിന് ഒരൊറ്റുത്തരം മാത്രമേ ഉള്ളൂ. അത് 8 ദിവസത്തേക്കായിട്ട് പോയ 2 പേർ അവിടെ എക്സ്റ്റൻഡ് മിഷന്റെ ഭാഗമായിട്ട് 9 മാസം കഴിയേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് അതിന് വാർത്താ പ്രാധാന്യം നൽകിയത്. മാത്രമല്ല, അവരങ്ങോട്ട് പോയ വാഹനം കേടാവുകയും അവർക്ക് മറ്റൊരു പേടകത്തിലാണ് അവർ തിരികെ ഭൂമിയിലേക്ക് എത്തിയതെന്ന് പ്രത്യേകത മാത്രമേ ഉള്ളൂ. നാസ അതിനെ അങ്ങനെ ലളിതമായി വിശദീകരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്നു. എപ്പോൾ വേണമെങ്കിലും, അതായത് സ്റ്റാർ ലൈനർ അല്ലാത്ത മറ്റൊരു പേടകത്തിൽ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ ഭൂമിയിലേക്ക് എത്താമായിരുന്നു. പക്ഷേ നാസ പറഞ്ഞത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അവിടെ നിങ്ങൾ കഴിയുക എന്നുള്ളതാണ്. അതിന് കൃത്യമായി പറഞ്ഞത്, ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ വെറ്ററൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടുതലുണ്ടാവും, പുതിയ ടീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറുക, അങ്ങനെ അവർക്ക് ഒരു അസൈൻമെൻറ്റ് നൽകുകയായിരുന്നു നാസ ചെയ്തത്. ഇനി ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു ഇന്ന് ഈ തിരിച്ചുള്ള യാത്ര തുടങ്ങിയത്. രാവിലെ 10:30 അൺഡോക്കിംഗ് പൂർത്തിയായി ഈ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിൽ നമ്മൾ പറയുന്നത് പോലെ ഈ അപ്രോച്ച് എലിപ്സോയിഡ് എന്ന് പറയുന്ന, അതാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. അപ്രോച്ച് എലിപ്സോയിഡ് എന്ന് പറയും. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ചുറ്റുമുള്ള ഒരു സാങ്കല്പിക സുരക്ഷാ അതിർത്തി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, അപ്രോച്ച് എലിപ്സോയിഡ്. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു പുതിയ സ്പേസ് ക്രാഫ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ടു പോകുമ്പോഴും പാലിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളുണ്ട്. ഒരു കൂട്ടിയിടി ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ സസൂക്ഷ്മമാണ് ആ മേഖലയിൽ പുതിയ സ്പേസ് ക്രാഫ്റ്റ് വരുന്നതും തിരികെ മടങ്ങിപ്പോകുന്നതും. അതുകൊണ്ട് ഈ അപ്രോച്ച് എലിപ്സോയിഡിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ കടന്ന ശേഷം പിന്നീട് ഇതിൻ്റെ വേഗം, ഈ പേടകത്തിൻ്റെ വേഗം അൺഡോക്കിംഗ് കഴിഞ്ഞ് ഈ പറയുന്ന അതിർത്തി മറികടന്ന ശേഷം ഇതിൻ്റെ വേഗം കൂട്ടണം. അതോടൊപ്പം തന്നെ നിയന്ത്രണം വേണം, ദിശ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാവിഗേഷൻ അത് പൂർത്തിയാക്കണം. അതിനൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ആ പേടകത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന 4 പേരും ഇതിനകത്ത് സീറ്റ് ചെയ്യപ്പെടുന്നു. അവരതിനു മുമ്പ് ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ സ്പേസ് സ്റ്റേഷനിലുള്ള 7 പേരോടും യാത്ര പറയുന്നു, കൈവീശി കാണിക്കുന്നു. പിന്നീട് ഇതൊക്കെ നമ്മൾ അതിന് മുമ്പ് കണ്ടതാണ്. അതിനുശേഷമാണ് അൺഡോക്കിംഗ് ഒക്കെ നടന്നത്. ഈ പറയുന്നത് പോലെ ഈ സുരക്ഷാ അതിർത്തിക്ക് പിന്നിട്ട് അവർ മുന്നോട്ടുള്ള യാത്ര നടത്തുമ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് ചെറിയ ചെറിയ ത്രസ്റ്ററുകൾ ഇടയ്ക്കിടെ പ്രവർത്തിക്കുന്നു. പിന്നീട് ഒരു നിശ്ചിത അകലത്തിലേക്ക്, വളരെ സേഫ് ആയിട്ടുള്ള അകലത്തിലേക്ക്, സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലേക്ക് ഈ പേടകം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നീടാണ് ഈ സ്പേസ് സ്റ്റേഷനൊപ്പം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ആൾട്ടിറ്റ്യൂഡ് കുറച്ച് താഴെയാണ്, അതിനാൾട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഈ ഭൂമിയെ വലം വയ്ക്കുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ അതേ വേഗത്തിൽ തന്നെയാണ് ഈ പറയുന്ന പേടകവും, ഡ്രാഗൺ 9 പേടകവും ഈ ഭൂമിയെ ഇന്ന് വലം വെച്ചുകൊണ്ടിരുന്നത്. കാരണം കൃത്യമായ സമയം എന്ന് പറയുന്നത് ടച്ച് ഡൗണിലുള്ള അല്ലെങ്കിൽ സ്പ്ലാഷ് ഡൗണിലുള്ള സമയം ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 അതും ഈ പറയുന്ന ഫ്ലോറിഡയിലെ ടെലഹസിയ സ്ഥലത്തിനടുത്തുള്ള കടലിലാണ്, പുറംകടലിലാണ് ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. അതൊക്കെ നേരത്തെ നിശ്ചയിച്ചതാണ്. അവിടുത്തെ വെതർ കണ്ടീഷൻസൊക്കെ ഏറ്റവും സ്റ്റേബിൾ ആവുന്ന, ഏറ്റവും ഫേവറബിൾ ആവുന്ന ഒരു സമയത്ത് ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കണം എന്ന് നേരത്തെ നിശ്ചയിച്ചതാണ്. അപ്പോൾ ആ സമയത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിനു മുമ്പായിട്ട് ഈ പറയുന്ന പോലെ ഭൂമിയെ വലം വെച്ച് വന്ന് കൃത്യമായിട്ട് സമയമാകുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഹെഡ്, അതിൻ്റെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ക്രൂ മൊഡ്യൂളിൻ്റെ ഭാഗം ഈ പറയുന്ന ഫ്ലോറിഡയിലേക്ക്, ആ ഒരു ദിശയിലേക്ക് തിരിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു 90% ഓട്ടോമേറ്റഡ് ആണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം. എങ്കിലും കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, കമാൻഡുകൾ, ഒപ്പം ഈ ക്രൂ മൊഡ്യൂളിനകത്തുള്ള കമാൻഡുകൾ, അവരുടെ കൺട്രോളിങ്, ഇതെല്ലാം ചേർന്നാണ് ഈ പറയുന്ന പേടകത്തിൻ്റെ തിരിച്ചുള്ള യാത്ര സാധ്യമായത്. ആദ്യ മണിക്കൂറിൽ 10:30 യാത്ര തുടങ്ങിയ ശേഷം ആദ്യം നൽകിയ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്, നിങ്ങൾക്ക് ഇനിയുള്ള 17 മണിക്കൂർ യാത്രയുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സേഫാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റേബിളാണ്, മറ്റ് പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്രമിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറങ്ങാം. ഇത്തരം കാര്യങ്ങൾ ഈ 4 പേരോടും നാസയുടെ കൺട്രോൾ സെൻറ്ററിൽ നിന്നും അറിയിച്ചിരുന്നു. അതേ തുടർന്ന് വിശ്രമത്തിലായിരുന്നു കുറേ മണിക്കൂറുകൾ ഇവരെല്ലാം തന്നെ. ആ സമയത്ത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ താഴെ ഡൗൺ സ്റ്റേഷനുമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അവസാന മണിക്കൂർ ഒരു 2 മണിക്കൂറാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ടൈം. കുറച്ചുകൂടി ഭൂമിയുടെ അടുത്തേക്ക് ആൾട്ടിറ്റ്യൂഡ് താഴ്ത്തി എത്തുന്നു.
പിന്നീട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശനമാണ്. ആ സമയത്താണ് ഈ ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങുക. അതൊന്ന്. രണ്ട്, അന്തരീക്ഷം. ഭൂമിയുടെ അന്തരീക്ഷവുമായി ഒരു സ്പേസ് ക്രാഫ്റ്റ് വേഗത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ, അതുമൂലമുണ്ടാവുന്ന വലിയ ഹീറ്റ് അല്ലെങ്കിൽ താപം, അത് ഉണ്ടാക്കാവുന്ന പ്രതിസന്ധികൾ, അത് തരണം ചെയ്യാനുള്ള ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ കരുത്ത്, ഇതൊക്കെയാണ് ആ സമയത്ത് ആ ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചതിനെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഈ ഘർഷണം കാരണം നല്ല താപം ഉണ്ടാവുകയും ആ താപത്താൽ ഇത് ചുട്ടുപൊള്ളി ഒരു വലിയ ഗോളമായി, ഒരു ചുവന്ന കത്തുന്ന ഗോളമായിട്ടായിരിക്കും ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടാവുക. അത് ഏറ്റവും ഒടുവിൽ നമ്മൾ നാസയുടെ ഒപ്പം തന്നെ സ്പേസ് എക്സിൻ്റെയും ഡ്രോണുകളിൽ നിന്നും നല്ല പവർഫുൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തിയ ദൃശ്യത്തിലും അത് നമ്മൾ കണ്ടതാണ്. ഒരു പൊട്ടുപോലെ നമ്മൾ കാണുന്നു, ഒരു തീഗോളമായിട്ട് അതിനെ കാണുന്നു. ആ തീഗോളം ഇങ്ങനെ താഴേക്ക് വളരെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20,000 km/h വേഗത്തിലാണ് അതിൻ്റെ സഞ്ചാരം ആ ഘട്ടത്തിൽ ഉണ്ടായത്. മാത്രമല്ല ഏതാണ്ട് 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ആ സമയത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരു തീഗോളമായിട്ട് നമുക്കതിനെ തോന്നിയത്. അത് താഴേക്ക് പതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീട് പാരച്യൂട്ടുകൾ വിടരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പാരച്യൂട്ടുകൾ വിടുന്നതോടുകൂടി ഇതിൻ്റെ വേഗം കുറയുന്നു, കൂടുതൽ പാരച്യൂട്ടുകൾ വിടരുന്നു, അതോടുകൂടി വേഗം കൂടുതൽ സ്റ്റേബിൾ ആവുന്നു. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ഈ സ്പ്ലാഷ് ഡൗൺ സാധ്യമാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ ഈ അൺഡോക്കിംഗ്, പിന്നെ അന്തരീക്ഷത്തിലേക്കുള്ള റീ എൻട്രി, പിന്നെ ഏറ്റവും ഒടുവിൽ സ്പ്ലാഷ് ഡൗൺ, ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇത്തവണ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ കൃത്യമായിട്ട് നമ്മളത് ആ സമയത്ത് പറഞ്ഞതാണ് പ്രേക്ഷകരോട്. 3:27 കൃത്യമായ അകലത്തിൽ ഈ സ്പേസ് ക്രാഫ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു, ക്രൂ 9 ഡ്രാഗൺ. 3:28 എന്ന് പറയുന്ന എക്സാക്ട് ടൈമിലാണ് സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരുന്നത് ഇന്ന്. അതിന് പിന്നാലെ തന്നെ അവിടേക്ക് പാഞ്ഞെത്തിയ ബോട്ടിലുണ്ടായിരുന്ന റിക്കവറി ടീം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്തെ അവരുടെ ആക്ഷൻസ്, അതെല്ലാം നമ്മൾ വളരെ വിസ്മയത്തോടെ കണ്ട കാഴ്ചകളാണ്. പിന്നീട് അവർ ഇപ്പോൾ ഈ കാണുന്ന ടീമുകളടക്കം അവരുടെ സംഘാംഗങ്ങളാണ്. അവർ ഈ മൊഡ്യൂളിനെ റിക്കവർ ചെയ്തെടുക്കുന്നതും അതിനുശേഷം അതിനെ ഷിപ്പിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച, അതിനുശേഷം സ്പെഷ്യൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മൊഡ്യൂളിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപ്സ്യൂളിനെ മൊത്തത്തിൽ പൊക്കിയെടുത്ത് ഈ വെസലിനകത്തേക്ക് മാറ്റുന്ന കാഴ്ച, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. രസകരമായൊരു കാര്യം ആ സമയത്ത് ക്രിസ്റ്റീന, നമുക്കതിനെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു ടോപ്പ് ആംഗിൾ, ഒരു വൈഡ് ആംഗിൾ ഷോട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ താഴെ നിന്നുള്ളൊരു ആംഗിളിലുള്ള ഷോട്ടൊക്കെ കണ്ടതാണ്. കാരണം മുകളിൽ നല്ല നീലാകാശം, താഴത്തെ കടലാണെങ്കിൽ പറയണ്ട, അതിനേക്കാൾ നീല. അങ്ങനെ നീലയിൽ കുളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പേടകം വന്നിങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. അങ്ങനെ ടച്ച് ഡൗൺ സംഭവിച്ച ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ഈ ക്രൂ മെമ്പേഴ്സ് ബോട്ടിലേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ കുറേ ഡോൾഫിനുകൾ അതേ സമയത്ത് എത്തുന്നുണ്ട്. ഒരു വലിയ ഡോൾഫിൻ കൂട്ടം. അവർ എന്താണിതെന്ന് അറിയാൻ എത്തിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ രീതിയിൽ രസകരമായ, വിസ്മയിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചതാണ് ഇത്തവണത്തെ ഈ ക്രൂ 9 ഡ്രാഗണിൻ്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര. അതെ പ്രജിൻ, എന്തായാലും ആകാശത്തെയും ഭൂമിയെയും നീലക്കടലിനെയും കാലത്തെയും സാക്ഷി നിർത്തി സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് 287 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ 8 ദിവസത്തെ യാത്രയ്ക്ക് പോയവർ 287 ദിവസം, 9 മാസം അവിടെ ചെലവഴിച്ചു. ആ 9 മാസത്തിന് ശേഷം തിരിച്ചു വരുന്നതിന് തൊട്ടു മുമ്പ് സുനിത വില്യംസ് പറഞ്ഞത്, ഞാൻ ബഹിരാകാശത്തെ മിസ് ചെയ്യുമെന്നാണ്. ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും താൻ പഠിച്ച അറിവുകൾ, താൻ കടന്നുപോയ ആ ഒരു അനുഭവങ്ങളൊക്കെ മനുഷ്യരാശിക്ക് ഗുണം ചെയ്യും. എന്തായാലും ഞാൻ ഈ ബഹിരാകാശത്തെ മിസ് ചെയ്യും, അത് അത്ര നല്ല അനുഭവങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത് എന്ന് പറഞ്ഞ ആ യാത്രികയ്ക്കും ഒപ്പം ആ 4 സംഘത്തിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ക്രൂവിനും അഭിനന്ദനങ്ങൾ. നമ്മുടെ മനുഷ്യരുടെ ഒരു വിജയമാണ്. അപ്പോൾ ഇനിയും ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള സംയുക്ത ദൗത്യങ്ങളൊക്കെ വരാനിരിക്കുന്നു. ആ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദൗത്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരും മാസങ്ങളിലൊക്കെ പോകും.